ശ്രീ രാജേഷ് ചിറപ്പാട്, ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് അഴിമതി ആരോപണമാണ് വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപം. അദാനി വി.ഡി. സതീശൻ ഡീൽ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നോടല്ലേ ചോദ്യം? അതെ, എന്നോടാണോ ചോദ്യം? അതെ. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിപ്പം കെ ശൈലജ ടീച്ചർ തന്നെ നിങ്ങളുടെ മാതൃഭൂമി കുറച്ച് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങളുടെ മാതൃഭൂമി ചാനലിൽ തന്നെ ശൈലജ ടീച്ചറിൻ്റെ ഒരു ബൈറ്റ് കാണുകയുണ്ടായി. അപ്പോൾ ഇത് ഇത്രമാത്രം വലിയൊരു പാർട്ടിക്കുള്ളിൽ എന്തോ വലിയ സംഘർഷമാണ്, വലിയ അഭിപ്രായ വ്യത്യാസമാണെന്നുള്ള തലത്തിലുള്ളൊരു നരേഷൻ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിലുള്ള പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചു വിടുകയും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതാക്കന്മാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് പല തട്ടുകളിലാണ് പിണറായിക്കെതിരെ പടയൊരുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നരേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഈ വിഷയത്തിൻ്റെ യഥാർത്ഥ പ്രശ്നത്തെ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ അതിനെ വഴിതിരിച്ചു വിടുകയോ ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് ഇതിനകത്തുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം വളരെ കൃത്യമായിട്ട് വി.ഡി. സതീശൻ യഥാർത്ഥ വിഷയം നമ്മൾ ദീർഘകാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ആഴ്ചകളോളം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ വിഷയമുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് എന്താണ്, വിഴിഞ്ഞ് ഇൻ്റർനാഷണൽ സീ പോർട്ട് MD ആയിട്ടുള്ള ദിവ്യ എസ് അയ്യർ എന്തുകൊണ്ടാണ് അവരെ മാറ്റിയത്? അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താണ്, കോൺഗ്രസിൻ്റെ സമുന്നതനായ കോൺഗ്രസിൻ്റെ കെ കാർത്തികേയൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകനായിട്ടുള്ള മുൻ MLA ആയിട്ടുള്ള കൗൺസിലറായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശബരിനാഥൻ്റെ ഭാര്യയാണ്. അപ്പം സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, അപ്പോൾ LDF ആണ് അവരെ വിഴിഞ്ഞം പോർട്ടിൻ്റെ LDF ഭരിക്കുമ്പോഴാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആയി നിയമിക്കപ്പെടുന്നത്. അവർ ആ രീതിയിൽ സുസ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത് പലതരത്തിലും. അപ്പോൾ അതിൻ്റെ ഭാഗമായി അപ്പോൾ നമ്മൾ സംശയിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യം ഇന്ന് പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ പാർട്ടി സെക്രട്ടറിയും എഴുതിയിട്ടുണ്ട്. ദിവ്യ എസ് അയ്യരെ നീക്കിയതും അദാനിയെ സഹായിക്കാനല്ലേ എന്ന ചോദ്യം. അതിന് ഇന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീമതി ടീച്ചർ തന്നെ മറുപടി നൽകിയിട്ടുണ്ടെന്ന്. നമുക്ക് ശ്രീമതി ടീച്ചറുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. അല്ല, കണ്ണൂർ ജില്ലാ സെക്രട്ടറി മാത്രം എന്തിനു പറയുന്നു എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അത് അദ്ദേഹത്തിനോട് കൂടി ചോദിക്കുമ്പം വ്യക്തമാവും. എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കും അറിയില്ല. എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് എന്ന് ഞാൻ ചോദിച്ചില്ല. കെ രാഗേഷിനെ അനുകൂലിക്കുന്നില്ല. അല്ല, അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തി. ആ പ്രസ്താവനകൾ നടത്തിയതിൻ്റെ അതിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ആളുകൾക്ക് ബോധ്യപ്പെടും. ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞു മാധ്യമങ്ങൾ നരേഷൻ ഉണ്ടാക്കുകയാണെന്നുള്ളത്. കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. അല്ല, അതിനകത്തൊരു അപ്പം ഇപ്പം തന്നെ നമ്മൾ കേട്ടതാണല്ലോ ശ്രീമതി ടീച്ചർ എന്താ പറഞ്ഞത്, അതിനകത്തൊരു വിവാദം എന്നുള്ളതിനപ്പുറത്തേക്ക് അല്ല, ഇതിനകത്ത് നമുക്ക് സംശയാസ്പദമായ കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യത്തിൽ വസ്തുതയുണ്ടല്ലോ. കാരണം അപ്പം യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ പത്നിയായിട്ടുള്ള UDF കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു ആൾ അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള LDF ബാന്ധവമുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള മാറ്റങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള പൊളിറ്റിക്കൽ മാറ്റങ്ങൾ പല മണ്ഡലത്തിലും പല മേഖലകളിൽ നടക്കുന്നത് പോലെ നടക്കാം. പക്ഷേ ദിവ്യ എസ് അയ്യരെ സംബന്ധിച്ചിടത്തോളം അത് സംശയാസ്പദമായിട്ട് ഈ മാറ്റത്തിൻ്റെ പിന്നിൽ സംശയാസ്പദമായ കാര്യമുണ്ട്. കാരണം എന്താണ്, കരാർ വ്യവസ്ഥകൾ ലംഘിച്ചതിന് 15 കോടി ഉറുപ്പിക പിഴയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പം അദാനിയും മുഖ്യമന്ത്രിയും UDFും തമ്മിലുള്ള കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളിൽ ദിവ്യ എസ് അയ്യർ തടസ്സമാകാം എന്നുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു വിഷയം ആണ് സഖാവ് കെ രാഗേഷ് ഉന്നയിച്ചത്. അതിൽ കഴമ്പുണ്ട്, അത് വസ്തുതയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളല്ല പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ആളുകളെ മാറ്റുന്നുണ്ട്. കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ അതിനേക്കാൾ മേൽത്തട്ടിൽ ഇരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം, അടുത്ത കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന് പറയുന്നു വിവാദമില്ലെന്ന്. അതുകൂടി കേൾക്കാം. വിവാദത്തിലേക്ക് പോയി അതിൻ്റെ പ്രവർത്തനങ്ങളെ നിർജീവമാക്കുന്നത് കേരളത്തിന് ഗുണകരമല്ല. നമ്മുടെ കേരളത്തിൻ്റെ പൊതു താല്പര്യമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അദാനി തന്നെ ആ കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ അതിൽ വലിയ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദാനി വിശദീകരിച്ചു കഴിഞ്ഞു, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ നേതാവാണ് സഖാവ് EP. അല്ല,
ഈ തർക്കത്തിൻ്റെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ തർക്കത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ശ്രീമതി ടീച്ചർ തന്നെ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ഇതിപ്പോൾ കെ രാഗേഷും ശ്രീമതി ടീച്ചറും തമ്മിലുള്ള തർക്കത്തിൻ്റെ വിഷയമാണോ അവിടെ? അല്ലെങ്കിൽ പിണറായി വിജയനും ഇ.പി. ജയരാജനും ശൈലജ ടീച്ചറും പി.കെ. ശ്രീമതി ടീച്ചറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ എന്തെങ്കിലും ഒരു അവസ്ഥ ഇവിടെ നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പാർട്ടിയിൽ അങ്ങനെ എന്തെങ്കിലും, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അടക്കം പാർട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പാർട്ടിക്കകത്ത് പരിശോധിക്കും. പാർട്ടിക്കകത്ത് പരിശോധിച്ച് അഭിപ്രായം അതിൻ്റെതായ അഭിപ്രായം രൂപപ്പെടുത്തും. അതാണ് സംഘടനാപര CPIM-ൻ്റെ ഞാൻ പറഞ്ഞു തീരട്ടെ. CPIM-ൻ്റെ സംഘടനാപരമായ രീതി അതാണ്. മനസ്സിലായില്ലേ? അല്ലാതെ ഇവർ തമ്മിൽ ഈ പറയുന്ന നേതാക്കന്മാർ തമ്മിൽ ഈ വിഷയത്തിൽ എന്തോ ഭയങ്കര തർക്കമുണ്ടെന്നുള്ള രീതിയിലുള്ളൊരു നരേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താണ് CPM-ൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ CPM-നെ ഏതെങ്കിലും തരത്തിൽ പ്രതിക്കൂട്ടിലാക്കുക, അവരെ പിന്നെ മോശമായി ചിത്രീകരിക്കുന്നതിനപ്പുറത്തേക്ക് ഒന്നും അല്ലത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലാതെ എന്താണ് എല്ലാ ചാനലുകളും ഇത് എന്തോ വലിയ അഭിപ്രായ വ്യത്യാസം. യഥാർത്ഥ പ്രശ്നം അതല്ലല്ലോ. യഥാർത്ഥ പ്രശ്നം പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ ഈ കുത്തക കമ്പനികൾ, കോർപ്പറേറ്റുകൾ ഇവിടെ വന്ന് അദാനിയിൽ നിന്ന് 45% MSC പോലുള്ള കമ്പനികൾ വന്ന് 40% ഷെയർ മേടിക്കുന്നു. 45% ഷെയർ മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷയുടെ പ്രശ്നങ്ങളുണ്ട്, കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ പ്രശ്നമുണ്ട്, അതിൻ്റെ കുത്തക വൽക്കരണത്തിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഈ ലോകത്തിൻ്റെ തന്നെ, ഏഷ്യയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട അഭിമാന സ്തംഭമായിട്ടുള്ള കോർട്ടിൻ്റെ മുന്നോട്ടുള്ള ഭാവിയെ സംബന്ധിച്ചുള്ള നിലപാടാണ്. വിഴിഞ്ഞം ഒരു തന്ത്രപ്രധാന മേഖലയാണെന്നതും കുത്തകയും കോർപ്പറേറ്റ് വൽക്കരണവും ഒന്നുമില്ല. അവിടെ സർക്കാരിനെ അറിയിക്കാതെ അദാനി സെബിയുമായി ബന്ധപ്പെട്ടു. അതിലും നല്ല രസകരമായ ഒരു വരിയാണ്. അതായത് സർക്കാർ അനുമതി ലഭിക്കാതെ സുപ്രധാനമായ ഈ നടപടികൾ കൈക്കൊള്ളാൻ അദാനി ഗ്രൂപ്പ് തുനിയുമെന്ന് തോന്നുന്നില്ല. അവിടെയും അദാനി ഗ്രൂപ്പിന് ഇളവാണ്. അതാര് പറഞ്ഞത്? അതാരാ പറഞ്ഞത് അങ്ങനെ? അദാനിയുടെ ഭാഗം സ്വീകരിച്ചിട്ടുണ്ട്. ഇ.പി. ജയരാജൻ സഖാവ് പറഞ്ഞ കാര്യമാണ് പാർട്ടി സെക്രട്ടറിയുടെ മുഖപ്രസംഗമാണ് ഇന്ന് പാർട്ടി പത്രത്തിൽ. എന്താണ്? ഞാൻ വായിച്ചിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പറയാം. ഞാൻ വായിച്ചുതരാം, ഒന്നും കൂടി വായിച്ചുതരാം. അല്ല, ഇതിൽ എന്താണ് അഭിപ്രായ വ്യത്യാസത്തിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ പാർട്ടി കണ്ണൂർ തിരുവനന്തപുരം ഞാൻ പറഞ്ഞുതരാം. വായിക്കണ്ട. മനസ്സിലായി. MSCയുമായി ആദ്യം ചർച്ച നടത്തിയത് പിണറായി സർക്കാർ. വിഴിഞ്ഞം കോൺക്ലേവിലാണ് MSCയുമായി ചർച്ച നടത്തിയത്. ആ ദേശാഭിമാനിയിൽ തന്നെ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. ജൂലൈ പലതവണ 49% ഓഹരിയാണ് MSC ലക്ഷ്യമില്ല. അപ്പോൾ MSC വരുന്നതോ ദേശാഭിമാനിയിൽ മാത്രമല്ല, നിങ്ങളുടെ പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. അല്ല, അത് നിങ്ങളുടെ പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. മാതൃഭൂമിയിലല്ലേ ആദ്യം വന്നത്? മാതൃഭൂമി അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പ്രശ്നം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി VD സതീശൻ എന്താ പറഞ്ഞത്? ദേശാഭിമാനി മാത്രമേ വന്നിട്ടുള്ളതാ പറഞ്ഞത്. ദേശാഭിമാനിക്ക് ഇത് എങ്ങനെ കിട്ടിയെന്ന്? ശരിയാണോ തെറ്റാണോ ഞാൻ പറയുന്നത്? ദേശാഭിമാനിക്ക് ഇത് എങ്ങനെ കിട്ടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതയല്ല. അത് പിന്നീട് തെളിയിക്കപ്പെട്ട കാര്യമാണല്ലോ. ദേശാഭിമാനിയിൽ ഇടതിന്റെ ദീർഘവീക്ഷണം എന്ന് പറഞ്ഞ് സ്വന്തം മാതൃഭൂമി അടക്കം നിങ്ങളടക്കം അക്ഷരം വേണ്ടിയിട്ടില്ല. വേണ്ട, ആര് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ആര് പറയുന്നതിന് മറുപടിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവില്ല. ആര് പറഞ്ഞതിൻ്റെ മറുപടിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. അതായത് ഈ പറയുന്ന VD സതീശൻ പറയുന്ന നുണകൾ, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾക്ക് 52 മിനിറ്റോളം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയിട്ട് നിങ്ങൾ എത്ര മിനിറ്റ് കൊടുത്തു? അതിന് എണ്ണമിട്ട് മറുപടി പറഞ്ഞു അദ്ദേഹം. ഈ പറയുന്ന മാതൃഭൂമിയിലെ ഈ വിഷയമടക്കം, മാതൃഭൂമി പത്രത്തിൽ വന്നതും പിന്നെ ഇത്തരത്തിലുള്ള അദ്ദേഹം പറഞ്ഞതിന് ഓരോ കാര്യങ്ങളിലും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തിയില്ലേ? നിങ്ങൾ ജനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? എന്നിട്ട് ഈ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ബാധ്യത, ഒരു കടമ നിങ്ങൾക്കില്ലേ? എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ എത്ര മിനിറ്റ് കൊടുത്തു? 5 മിനിറ്റ് കൊടുത്തിട്ടുണ്ടോ വാർത്ത? 5 മിനിറ്റ് കൊടുത്തിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവല്ലേ കേരളത്തിന്റെ? കൊടുത്തോ? ഇല്ല, കൊടുത്തിട്ടില്ല. ഞാൻ ആ പത്രസമ്മേളനം മുഴുവൻ കണ്ടതാണ്. 8 മിനിറ്റ്. അപ്പം VD സതീശൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾക്കും മറുപടി മിനിഞ്ഞാന്ന് സഖാവ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് മറുപടി പറഞ്ഞതാണ്. ഇത് അറിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങളത് ചെയ്തില്ല. ഇപ്പോൾ നിങ്ങൾ ഇതാ വന്നിരിക്കുന്നു. വിഴിഞ്ഞം വിഷയത്തിൽ പിന്നെ പാർട്ടി നേതാക്കന്മാരെല്ലാം പല തട്ടുകളിൽ പല അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് പറയുന്ന ഒരു നരേഷനുമായി വന്നിരിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലെങ്കിൽ
ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാം, കുഴപ്പമില്ല. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. പണ്ട് പിണറായി വിജയൻ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് വാർത്താ സമ്മേളനം മുഴുവൻ സമയം കൊടുത്തിരുന്നു. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങൾ, സർക്കാരിന്റെ നടപടികൾ അത് ജനത്തെ അറിയിക്കണമായിരുന്നു. പ്രതിപക്ഷ നേതാവ് എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കൊടുക്കാറുണ്ട്. മുഴുവൻ സമയം കൊടുക്കുക സാധ്യമായ കാര്യമല്ല ഒരു മാധ്യമങ്ങൾക്കും. മുഖ്യമന്ത്രികൾ അങ്ങനെയാണോ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഏതെങ്കിലും മാധ്യമങ്ങൾ ഒഴിവാക്കിയിരുന്നോ? ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നേരത്തെ ചോദിച്ച ഒരു ചെറിയൊരു ശരി പറയൂ. ശരി